വിവേകാനന്ദ സ്മാരകത്തിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് മോദി സംസാരിച്ചു. പക്ഷേ ആ സ്മാരകം പണിയാൻ പൊളിച്ച പെൺകുട്ടികളുടെ സ്കൂൾ മറന്നു. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നു. സ്വാമി വിവേകാനന്ദന്റെ ആശയങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് വിദ്യാഭ്യാസമാണെന്നും പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം പറയാറുണ്ട്. പക്ഷേ മോദി വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിച്ച അതേ വേദിയുടെ ചരിത്രത്തിൽ തന്നെ ഒരു അസ്വസ്ഥമാക്കുന്ന ചോദ്യമുയരുകയാണ്. ഒരു പെൺകുട്ടികളുടെ സ്കൂൾ പൊളിച്ചുമാറ്റിയ സ്ഥലത്താണ് ആ വിവേകാനന്ദ സ്മാരകം നിർമ്മിച്ചതെങ്കിൽ ആ സ്കൂളിന്റെ ചരിത്രം എവിടെ പോയി? ഇതൊരു സ്മാരകത്തെ മാത്രം കുറിച്ചുള്ള കഥയല്ല. ഇത് ചരിത്രത്തെ നമ്മൾ എങ്ങനെ ഓർക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ചോദ്യമാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിച്ച സ്ഥാപനങ്ങളെയും അവയുടെ ചരിത്രത്തെയും നമ്മൾ ഓർക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചരിത്രം എത്ര എളുപ്പത്തിലാണ് പൊതുസ്മരണയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത്? റിപ്പോർട്ട് പറയുന്ന പശ്ചാത്തലം മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. സ്വാമി വിവേകാനന്ദന്റെ പേരിൽ നിർമ്മിച്ച സ്മാരകവുമായി ബന്ധപ്പെട്ട സ്ഥലത്തുണ്ടായിരുന്ന ഒരു പെൺകുട്ടികളുടെ സ്കൂളിന്റെ ചരിത്രമാണ് ഇവിടെ ചർച്ചയാകുന്നത്. ആ സ്കൂൾ വെറുമൊരു കെട്ടിടമായിരുന്നില്ല, പെൺകുട്ടികൾ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവസരം ഒരുക്കിയിരുന്ന ഒരു സ്ഥാപനമായിരുന്നു അത്. ഇന്ത്യൻ സമൂഹത്തിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം തന്നെ വലിയ വെല്ലുവിളിയായിരുന്ന കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് വലിയ സാമൂഹിക പ്രാധാന്യമുണ്ടായിരുന്നു. അത്തരമൊരു സ്ഥാപനത്തിന്റെ കെട്ടിടം പിന്നീട് ഒരു സ്മാരകത്തിനായി നീക്കം ചെയ്യപ്പെടുകയും ആ സ്ഥലത്തിന്റെ പഴയ വിദ്യാഭ്യാസ ചരിത്രം പൊതുചർച്ചയിൽ പിന്നിലേക്ക് പോകുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെയാണ് വിരോധാഭാസം. ഒരു വശത്ത് വിദ്യാഭ്യാസത്തിന്റെ മഹത്വം, മറ്റൊരു വശത്ത് വിദ്യാഭ്യാസത്തിന്റെ ചരിത്രം വഹിച്ചിരുന്ന ഒരു പെൺകുട്ടികളുടെ സ്കൂൾ. ഇരുവരെയും ഒരുമിച്ച് ഓർക്കേണ്ടതല്ലേ? സ്വാമി വിവേകാനന്ദൻ തന്നെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ചിന്തകളിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസവും സാമൂഹിക മുന്നേറ്റവും പ്രധാന വിഷയങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ വിവേകാനന്ദന്റെ പേരിലുള്ള സ്മാരകവുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുമ്പോൾ അതേ സ്ഥലത്ത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനം ഉണ്ടായിരുന്നുവെങ്കിൽ അതും ചരിത്രത്തിന്റെ ഭാഗമാകേണ്ടതില്ലേ എന്ന ചോദ്യം സ്വാഭാവികമാണ്. പക്ഷേ ചരിത്രം എന്നത് പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഓർമ്മകളാണ്. ആരെയാണ് ഓർക്കുന്നത്? ആരെയാണ് മറക്കുന്നത്? ഏത് കെട്ടിടത്തിനാണ് സ്മാരകമാകാനുള്ള അവകാശം ലഭിക്കുന്നത്? ഏത് കെട്ടിടത്തിന്റെ ചരിത്രമാണ് ഇല്ലാതാകുന്നത്? ഇതാണ് ഈ സംഭവത്തെ വലിയൊരു സാമൂഹിക ചർച്ചയാക്കി മാറ്റുന്നത്. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലേക്ക് വരാം. വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം രാജ്യത്തിന്റെ പുരോഗതിയുമായി വിദ്യാഭ്യാസത്തെ ബന്ധിപ്പിക്കുന്നു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചും സംസാരിക്കുന്നു. പക്ഷേ ചരിത്രത്തിലെ ഒരു പെൺകുട്ടികളുടെ സ്കൂളിന്റെ സാന്നിധ്യം തന്നെ മറഞ്ഞുപോയ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ചരിത്രവും പറയേണ്ടതല്ലേ? ഇതാണ് റിപ്പോർട്ട് ഉയർത്തുന്ന പ്രധാന വിമർശനത്തിന്റെ കാതൽ. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പ്രസംഗം മാത്രം മതിയോ? വിദ്യാഭ്യാസത്തിനായി മുമ്പ് പോരാടിയവരുടെ ചരിത്രം കൂടി സംരക്ഷിക്കേണ്ടതില്ലേ? ഒരു സ്കൂൾ പൊളിച്ചു മാറ്റിയാൽ അതിന്റെ ചരിത്രവും പൊളിച്ചു മാറ്റപ്പെടണമെന്നില്ല. കെട്ടിടമില്ലാതാകാം, പക്ഷേ അവിടെ പഠിച്ച പെൺകുട്ടികളുടെ കഥയും അവർക്കായി വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ശ്രമിച്ചവരുടെ ചരിത്രവും ഇല്ലാതാകേണ്ടതില്ല. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി വരുന്നു. ചരിത്ര സംരക്ഷണം എന്നത് ആരുടെ ചരിത്രം സംരക്ഷിക്കണമെന്ന തീരുമാനമാണ്. വലിയ വ്യക്തികളുടെ പേരുള്ള സ്മാരകങ്ങൾ നിർമ്മിക്കുന്നത് എളുപ്പമാണ്. അവയ്ക്ക് വലിയ രാഷ്ട്രീയവും സാംസ്കാരികമായ പ്രാധാന്യവും ലഭിക്കും. പക്ഷേ സാധാരണ മനുഷ്യരുടെ ചരിത്രം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രം, സ്ത്രീകളുടെ സാമൂഹിക മുന്നേറ്റത്തിന്റെ ചരിത്രം, അവ പലപ്പോഴും വലിയ സ്മാരകങ്ങളുടെ നിഴലിൽ മറഞ്ഞു പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ സംഭവം ഒരു സ്കൂൾ കെട്ടിടത്തിന്റെ കഥ മാത്രമായി കാണേണ്ടതില്ല. ഇത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രം എങ്ങനെ ഓർമ്മിപ്പിക്കപ്പെടുന്നു എന്നതിന്റെ കഥ കൂടിയാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയണം. സ്വാമി വിവേകാനന്ദന്റെ പേരിൽ സ്മാരകം നിർമ്മിച്ചതിനെ വിമർശിക്കുന്നതല്ല ഈ ചർച്ചയുടെ ലക്ഷ്യം. വിവേകാനന്ദന്റെ ആശയങ്ങൾക്ക് ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട്. പക്ഷേ ഒരു വ്യക്തിയുടെ സ്മാരകം നിർമ്മിക്കുമ്പോൾ അതേ സ്ഥലത്തിന്റെ മുൻകാല ചരിത്രം മായ്ച്ചു കളയേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം. സ്മാരകം ഉണ്ടാക്കട്ടെ, പക്ഷേ അതിനു മുമ്പുണ്ടായിരുന്ന ചരിത്രവും നിലനിൽക്കട്ടെ. ഇതാണ് ചരിത്രത്തെ കൂടുതൽ പൂർണ്ണമായി കാണാനുള്ള സമീപനം.